പേടിക്കണ്ട, ഉച്ചക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോറ് വെക്കാൻ പോയതാ. ഞാൻ പിന്നെ എവിടെ പോയാലും പൊട്ടത്തരം കാണിക്കുന്നതിനെ കൊണ്ട് എനിക്കിപ്പോ അതൊരു പുത്തിരിയുള്ള കാര്യമല്ല. എന്തിനാ ഒരു ഗ്യാസുമെന്ന് അപ്പുറത്തെ ഗ്യാസുമിലേക്ക് കുക്കർ എടുത്ത് വെച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ആർഭാട ജീവിതമൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് 4-5 ഫുഡ് ഐറ്റംസിൽ ഞാൻ ഇത് ഒതുക്കുക. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ്, മുട്ട പൊരിച്ചത്, കിഴങ്ങ് പൊരിച്ചത്, തക്കാളിക്കറി, പിന്നെ ഇച്ചിരി ഉപ്പേരി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ബാച്ചിലർ പാസ്ത കണ്ടിട്ട് ഒരുപാട് ബാഡ് കമന്റ്സ് വന്നേ. പക്ഷെ ഗായ്സ്, ഇത് ഹോസ്റ്റലാണ്, ഇവിടെ ഇത്രക്കേ വൃത്തിയൊക്കെ കാണുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്നതിലധികം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത്. നമ്മളെ അമ്മ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൽ കിട്ടാറില്ല. എന്നാലും ഒരു ഹോസ്റ്റൽ ലൈഫിൽ ഇത്രയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഉപ്പേരി കഴിക്കണം എന്ന് തോന്നിയിട്ടാണ് ഇത് പോയി വാങ്ങിയത്. ചീര പോലത്തെ സാധനങ്ങളൊന്നും 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കൂലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് കേടായി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എടുത്ത് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മീനില്ലാണ്ട് എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും എനിക്കറിയത്തില്ല. 4 വർഷം നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചായിരുന്നു മീനൊന്നും ഇല്ലാണ്ട്. ഞാനൊരു പക്കാ സീ ഫുഡ് ലവറാട്ടോ. ഇപ്പൊ എനിക്ക് മീൻ പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മുട്ട. അപ്പൊ മുട്ടയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം 2 മുട്ടെങ്കിലും തിന്നണം. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കൂല കേട്ടോ. എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയാൽ മാത്രം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൈസൂർ മീൻകറിക്ക് വേണ്ടി അലഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊന്നും മീനൊന്നും വേണ്ട, മീന്റെ മണം കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പൊ മീനൊക്കെ വാങ്ങാൻ പറ്റും, പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ മടിയാ. മീൻകറി ഉണ്ടാക്കാൻ മടിയായിട്ടല്ല, മീൻ ക്ലീൻ ആക്കാൻ മടിയായിട്ടാ. പറഞ്ഞു ഞാൻ എന്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കണം. ഓ സ്വർഗം.